Welcome to Insight Point. Financial Markets and Services 5th chapter Financial Institution class in this video. What is financial institutions? Financial intermediaries or institutions are those organizations which act as intermediaries in financial market. Financial market intermediaries act ചെയ്യുന്ന organization ആണ് financial intermediaries അല്ലെങ്കിൽ financial institutions. ലെൻഡേഴ്സിൻ്റെയും ഫൈനൽ ബോറോവേഴ്സിൻ്റെയും ഇടയ്ക്കുള്ള ഹാഫ് വേ ഹൗസ് ആയിട്ടാണ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആക്ട് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബാങ്ക്സ്, രണ്ട് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിൻ്റെ എക്സാമ്പിളാണ് ഇൻഷുറൻസ് കമ്പനീസ്, UTI. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസിനെ ഓൾസോ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്, മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് എന്താണ്? ഇൻഡിവിജ്വൽസിൻ്റെയും കോർപ്പറേറ്റ്സിൻ്റെയും ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ലോങ് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. എന്താണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്? ഇൻഡിവിജ്വൽസിനും കോർപ്പറേറ്റ്സിനും ഷോർട്ട് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ്. ഷോർട്ട് ടേം ഫണ്ട്സാണ് മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ലോങ് ടേം ഫണ്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മണി മാർക്കറ്റ് ഇൻ്റർമീഡിയറീസ് ഷോർട്ട് ടേം ഫണ്ട്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, രണ്ട് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എന്താണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? The entire banking institutions are regulated and controlled by the Central Bank of our country. നമ്മുടെ രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കായ RBI ആണ് എൻറ്റയർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും. എന്താണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും മണി ലെൻഡ് ചെയ്യുകയും ഒപ്പം തന്നെ അതർ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതുമായ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും RBIയും ഗവൺമെൻറ്റും ചേർന്നാണ്. എന്താണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ബാങ്ക് റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പക്ഷേ ഇവർക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടായിരിക്കില്ല. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, രണ്ട് നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ. എന്താണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ? ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും റെഗുലേഷൻസും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ എക്സാമ്പിളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. എന്താണ് നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ? ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും ഗൈഡ് ലൈൻസും റെഗുലേഷൻസും ഒന്നും ഫോളോ ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ വരുന്നത്. ഇവിടെ ഇവരുടേതായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഒക്കെയാണ് ഈ ബാങ്ക്സ് ഫോളോ ചെയ്യുന്നത്. നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൻ്റെ എക്സാമ്പിളാണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ്, മണി ലെൻഡേഴ്സ് ഒക്കെ. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ വരുന്ന ബാങ്ക്സ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Commercial banks are the important element of money market system of our country. It performs all type of banking functions. It accepts deposit from the public and lends money generally to trade and commerce. എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്? നമ്മുടെ രാജ്യത്തിൻ്റെ മണി മാർക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. എല്ലാ ടൈപ്പ് ഓഫ് ബാങ്കിങ് ഫങ്ഷൻസും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പെർഫോം ചെയ്യുന്നുണ്ട്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുകയും ട്രേഡിനും കൊമേഴ്സിനും വേണ്ടി മണി ലെൻഡ് ചെയ്യുകയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഡെപ്പോസിറ്റാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ലോൺസ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മീഡിയം ടേം ലോൺസും ലോങ് ടേം ലോൺസും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അവോയ്ഡ് ചെയ്തിരുന്നു. പക്ഷേ റീസെൻ്റായി മീഡിയം ടേം ലോൺസും ലോങ് ടേം ലോൺസും കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, റെമിറ്റൻസ് ഫെസിലിറ്റി, കളക്ഷൻ ഓഫ് ചെക്ക് തുടങ്ങി ഒട്ടനവധി സർവീസസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. At present, 12 public sector banks,
21 പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, 46 ഫോറിൻ ബാങ്ക്സ് ഒക്കെ ഇന്ത്യയിൽ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫങ്ഷൻസ് ഓർ സർവീസസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ സർവീസസിനെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൺവെൻഷനൽ ഫങ്ഷൻസ്, രണ്ട് ഇന്നവേറ്റീവ് ഫങ്ഷൻസ്. കൺവെൻഷനൽ ഫങ്ഷൻസിനെ എഗെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി ഫങ്ഷൻസ്, രണ്ട് സെക്കൻഡറി ഫങ്ഷൻസ്. സെക്കൻഡറി ഫങ്ഷൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഏജൻസി സർവീസസ്, രണ്ട് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. നമുക്കിവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. കൺവെൻഷനൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. കൺവെൻഷനൽ ഫങ്ഷൻസിൻ്റെ പ്രൈമറി ഫങ്ഷൻസ് ആണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ഏതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ്? ഫസ്റ്റ് വൺ ആണ് റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക്. പബ്ലിക്കിൽ നിന്ന് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ. കൊമേഴ്ഷ്യൽ ബാങ്ക് എവറി ക്ലാസ്സിൽ നിന്ന് എവറി സോഴ്സിൽ നിന്ന് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് ആ ഡെപ്പോസിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് ക്യാഷ് റിസർവായി മെയിൻറ്റെയിൻ ചെയ്ത് ബാലൻസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആയി നീഡി പേഴ്സൺസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാണ്. നെക്സ്റ്റ് വണ്ണാണ് യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്. ടു മേജർ ഫങ്ഷൻസ് ആയിട്ടുള്ള ആക്സെപ്റ്റിംഗ് ആൻഡ് ലെൻഡിങ്ങിന് പുറമെ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഫങ്ഷൻസ് സൊസൈറ്റിക്ക് വേണ്ടി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പെർഫോം ചെയ്യുന്നുണ്ട്. ചെക്ക് സിസ്റ്റം, പ്ലാസ്റ്റിക് കാർഡൊക്കെ അത്തരത്തിലുള്ള ഫങ്ഷൻസാണ്. എന്തിനാണ് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുന്നത്? ക്യാഷിന് പകരമായി ലാർജ് ട്രാൻസാക്ഷൻസിനൊക്കെ വേണ്ടിയാണ് ചെക്ക് യൂസ് ചെയ്യുന്നത്. അതായത് ക്യാഷ് യൂസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ലാർജ് ട്രാൻസാക്ഷൻസിൻ്റെ കേസിലൊക്കെയാണ് നമ്മൾ ചെക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് പോപ്പുലർ ആയിട്ടുള്ള വേൾഡ് വൈഡിൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ള വിസ, മാസ്റ്റർ കാർഡ്സ് തുടങ്ങിയ പ്ലാസ്റ്റിക് കാർഡ്സും ബാങ്ക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കോ ഒക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊമേഴ്ഷ്യൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക് ഡ്രാഫ്റ്റ്സ്, മെയിൽ ട്രാൻസ്ഫേഴ്സ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് പ്രൈമറി ഫങ്ഷൻസ്. ഇനി നമ്മൾ നോക്കുന്നത് സെക്കൻഡറി ഫങ്ഷൻസ് ആണ്. സെക്കൻഡറി ഫങ്ഷൻസിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഒന്ന് ഏജൻസി സർവീസസ്, രണ്ട് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. നമുക്ക് ആദ്യം ഏജൻസി സർവീസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏജൻസി സർവീസസ്. എ ബാങ്ക് പെർഫോംസ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദി കസ്റ്റമേഴ്സ്. ഇറ്റ് ആക്ട് ആസ് എൻ ഏജൻറ് ഓഫ് ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ദിസ് ടൈപ്പ് ഓഫ് സർവീസസ് ഈസ് കോൾഡ് ഏജൻസി സർവീസസ്. ഒരു ബാങ്കർ അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒത്തിരി ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ആക്ച്വലി കസ്റ്റമേഴ്സിൻ്റെ ഒരു ഏജൻ്റായിട്ടാണ് ബാങ്കർ ആക്ട് ചെയ്യുന്നത്. ഇത്തരത്തിൽ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിനെയാണ് ഏജൻസി സർവീസസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഏജൻസി സർവീസസ് എന്ന് നോക്കാം. ഒന്ന് കളക്ഷൻ ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കളക്ട് ചെയ്യുന്നു. ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്സ് അങ്ങനെയുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കസ്റ്റമേഴ്സിന് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ കളക്ഷൻ ഓഫ് ഡിവിഡൻസ്. ഡിവിഡൻസ് കസ്റ്റമേഴ്സിന് വേണ്ടി കളക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ആക്ട് ആസ് എ ട്രസ്റ്റി. ഒരു ട്രസ്റ്റി ആയിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു ട്രസ്റ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു അറ്റോർണി ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. കസ്റ്റമേഴ്സിന് വേണ്ടി സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. ഫണ്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡീൽസ് ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നു. ഇത്രയൊക്കെയാണ് ഏജൻസി സർവീസസ്. ഇനി നമുക്ക് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് നോക്കാം. ഫസ്റ്റ് വൺ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. നെക്സ്റ്റ് വൺ ലോക്കർ ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ letter of credit. Next one fund transfer. Other one underwrites shares. Next one foreign exchange. Next one credit cards. And next travelers checks. ഇതൊക്കെയാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺവെൻഷനൽ ഫങ്ഷൻസും ഉണ്ട്, ഇന്നോവേറ്റീവ് ഫങ്ഷൻസും ഉണ്ട്. കൺവെൻഷനൽ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
ഇനി നമ്മൾ നോക്കുന്നത് ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് ഓഫ് സർവീസസ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇന്നൊവേറ്റീവ് ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രൊവിഷൻ ഓഫ് ATM സർവീസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് 24 hours ATM സർവീസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ ആണ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റീസ്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ചെയ്യാതെ കസ്റ്റമേഴ്സിന് ഒരു സെർട്ടൻ ലിമിറ്റ് വരെ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്നൊവേറ്റീവ് സർവീസാണ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ ആണ് ടെലി ബാങ്കിങ്. കസ്റ്റമേഴ്സിന് ഒരു ഫോണിലൂടെ ഓഫീസിലിരുന്നോ അല്ലെങ്കിൽ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇരുന്നോ ഒത്തിരി ട്രാൻസാക്ഷൻസ് പെർഫോം ചെയ്യാൻ കഴിയുന്നതിനെയാണ് ടെലി ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ് ഓർ ഹോം ബാങ്കിങ്. ടെലിഫോൺ ബാങ്കിങ്ങിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സർവീസസും പേഴ്സണൽ കമ്പ്യൂട്ടർ ബാങ്കിങ്ങിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ ആണ് ഇൻ്റർനെറ്റ് ബാങ്കിങ്. ഇൻ്റർനെറ്റിലൂടെ കസ്റ്റമേഴ്സിന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ബിൽസ് പേ ചെയ്യാനും അക്കൗണ്ട് ബാലൻസസ് വ്യൂ ചെയ്യാനും ലോൺ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റം. ഒരു കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു കസ്റ്റമറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ സിസ്റ്റത്തിലൂടെ സാധ്യമാവുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് മൊബൈൽ ബാങ്കിങ്. വളരെ സെക്യൂറായി വളരെ എഫേർട്ട്ലെസ് ആയി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നോൺ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും കണ്ടക്ട് ചെയ്യാൻ മൊബൈൽ ബാങ്കിങ്ങിലൂടെ സാധിക്കുന്നുണ്ട്. ഡെബിറ്റ് ക്രെഡിറ്റ് അലേർട്ടൊക്കെ മൊബൈൽ ഫോണിൽ വരുന്നത്, അതുപോലെ തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് SMS അലേർട്ട് വരുന്നതൊക്കെ മൊബൈൽ ബാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ഫിനാൻഷ്യൽ ഏജൻസീസ് that provide medium and long-term financial assistance and engaged in promotion and development of industry, agriculture and other key sectors. അഗ്രികൾച്ചറിനും ഇൻഡസ്ട്രീസിനൊക്കെ മീഡിയം ടേം ആൻഡ് ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയും ഒപ്പം തന്നെ ഇവയുടെ പ്രൊമോഷൻ, ഡെവലപ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന ഫിനാൻഷ്യൽ ഏജൻസീസാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഡെവലപ്മെൻറ്റൽ ബാങ്ക്സ് എന്നും പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഡെവലപ്മെൻറ്റൽ ബാങ്ക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് റാപ്പിഡ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. സെക്കൻഡ് വൺ എൻകറേജിങ് എൻ്റർപ്രണേഴ്സ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഫില്ലിംഗ് ഗ്യാപ്സ്. എന്ത് ഗ്യാപ്പാണ് ഫിൽ ചെയ്യുന്നത്? ക്രെഡിറ്റ് ഗ്യാപ്പാണ് ഫിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹെൽപ്സ് ഗവൺമെൻറ്. ഇത്രയാണ് ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഏതൊക്കെയാണ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ IFCI, ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. IFCI is the first development financial institution in India. The main objective of IFCI are to render financial assistance to large-scale industrial units. ഇന്ത്യയിലെ ആദ്യത്തെ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IFCI. IFCIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് IFCIയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഇനി നമുക്ക് IFCIയുടെ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ പ്രൊജക്ട് ഫിനാൻസ്. സെക്കൻഡ് വൺ പ്രൊവൈഡ് ഫിനാൻഷ്യൽ സർവീസ് ഇൻക്ലൂഡിംഗ് മെർച്ചൻ്റ് ബാങ്കിങ് ആൻഡ് അലൈഡ് സർവീസസ്. നെക്സ്റ്റ് വൺ to subscribe shares and debentures of the industrial concerns. Next one, guaranteeing loan in foreign currency. Next one, underwriting shares and debentures. Next one, guaranteeing deferred payments. Next, adopt promotional schemes. Next one, encourage modernization of tiny and small scale and ancillary units. Next നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ICICI, ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 1955 ICICI സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ആസ് എ പ്രൈവറ്റ് സെക്ടർ ഡെവലപ്മെൻറ്റ് ബാങ്ക് ടു അസിസ്റ്റ് ആൻഡ് പ്രൊമോട്ട് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഇൻ ദ കൺട്രി. എന്തിനു വേണ്ടിയാണ് ICICI വന്നിട്ടുള്ളത്? ഇന്ത്യയിലെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും വന്നിട്ടുള്ള ബാങ്കാണ് ICICI. ഇതൊരു പ്രൈവറ്റ് ബാങ്കാണ്. എന്തൊക്കെയാണ് ICICIയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം.
First one, it grants long-term and medium-term loans in rupees and foreign currencies. Foreign currencies-ilum rupees-ilum medium-term loans-um long-term loans-um ICICI grant ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ആണ് ഇറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇക്വിറ്റി ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിലും ഇക്വിറ്റിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഇറ്റ് അണ്ടർറൈറ്റ്സ് ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സിൻ്റെയും ഷെയർസിൻ്റെയും ന്യൂ ഇഷ്യൂ അണ്ടർറൈറ്റ് ചെയ്യുന്നു. ഇറ്റ് ഗ്യാരണ്ടീസ് ലോൺസ് ഫ്രം അതർ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സോഴ്സസ്. മറ്റുള്ള പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സോഴ്സസിൻ്റെ ലോൺസിന് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ സർവീസസ് സച്ച് ആസ് ഡെഫേർഡ് ക്രെഡിറ്റ്, ലീസിംഗ് ക്രെഡിറ്റ്, വെഞ്ചർ ക്യാപിറ്റൽ എക്സെട്ര. വെഞ്ചർ ക്യാപിറ്റൽ, ലീസിംഗ് ക്രെഡിറ്റ്, ഡെഫേർഡ് ക്രെഡിറ്റ് തുടങ്ങിയ ഫിനാൻഷ്യൽ സർവീസസ് ICICI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ, മാനേജീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രീസിന് ടെക്നിക്കൽ, മാനേജീരിയൽ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇന്ത്യയിലുള്ള നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് SIDBI, ദി സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SIDBI ഈസ് എ പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി പ്രൊമോഷൻ, ഫിനാൻസിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി MSME സെക്ടർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ MSME സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ഫിനാൻസിങ്ങിന് വേണ്ടിയും പ്രൊമോഷന് വേണ്ടിയുമുള്ള പ്രിൻസിപ്പൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് SIDBI. SIDBIയുടെ മെയിൻ മിഷൻ എന്താണ്? മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസിനെ എംപവർ ചെയ്യിക്കുക എന്നുള്ളതാണ് SIDBIയുടെ മിഷൻ. എന്തൊക്കെയാണ് SIDBIയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റീഫിനാൻസിങ് ഓഫ് ടേം ലോൺസ് ഗ്രാൻറ്റഡ് ബൈ ബാങ്ക്സ് ആൻഡ് അതർ എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക്സും മറ്റുള്ള എലിജിബിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗ്രാൻറ്റ് ചെയ്യുന്ന ടേം ലോൺസ് റീഫിനാൻസിങ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, ഡിസ്കൗണ്ടിങ് ആസ് വെൽ ആസ് റീഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ബിൽസ് ഡിസ്കൗണ്ടിങ് ചെയ്യുന്നു, റീഡിസ്കൗണ്ടിങ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് സർവീസസ് ടു സ്മോൾ സ്കെയിൽ സെക്ടർ. സ്മോൾ സ്കെയിൽ സെക്ടറിന് സപ്പോർട്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് സർവീസസ് ലൈക്ക് ലീസിംഗ്, ഫാക്ടറിങ് എക്സെട്ര ടു സ്മോൾ സ്കെയിൽ സെക്ടർ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിന് ലീസിംഗ്, ഫാക്ടറിങ് തുടങ്ങിയ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, എക്സ്റ്റെൻസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന് ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് NABARD, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറിനും റൂറൽ ഡെവലപ്മെൻറ്റിനും വേണ്ടിയുള്ള അപ്പെക്സ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് NABARD. 1982 NABARD സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. 100 crore ആയിരുന്നു NABARDിൻ്റെ ഇനീഷ്യൽ ക്യാപിറ്റൽ. ഇപ്പോഴത് 4700 crore ആണ്. NABARD ഫെസിലിറ്റേറ്റ്സ് ക്രെഡിറ്റ് ഫ്ലോ ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, കോട്ടേജ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് അതർ റൂറൽ ക്രാഫ്റ്റ്സ്. NABARD ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ സെക്ടേഴ്സിനാണ് NABARD ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന്, അഗ്രികൾച്ചറിന്, കോട്ടേജ് ഇൻഡസ്ട്രീസിന്, വില്ലേജ് ഇൻഡസ്ട്രീസിനൊക്കെയാണ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് NABARD പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം ഇൻഡസ്ട്രീസിൻ്റെ, ഇത്തരം സെക്ടേഴ്സിൻ്റെ പ്രൊമോഷനും ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ് NABARD ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. NABARDിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഫങ്ഷൻ ആസ് എൻ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് NABARD ഫങ്ഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം, മീഡിയം ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, RRBs എക്സെട്ര. RRBസിനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിനൊക്കെ മീഡിയം ടേം, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ക്രെഡിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് കോർഡിനേറ്റ്സ് ദി ഓപ്പറേഷൻ ഓഫ് റൂറൽ ക്രെഡിറ്റ് ഏജൻസീസ്. റൂറൽ ക്രെഡിറ്റ് ഏജൻസീസിൻ്റെ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ലോങ് ടേം ലോൺസ് ടു എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്രൂവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഷെയർ ക്യാപിറ്റൽ ഓർ ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ് ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺസേൺഡ് വിത്ത് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറും റൂറൽ ഡെവലപ്മെൻറ്റുമായി കൺസേൺഡ് ആയിട്ടുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് അഡ്വൈസസ് ദി ഗവൺമെൻറ് ഓൺ മാറ്റേഴ്സ് റിലേറ്റഡ് ടു റൂറൽ ക്രെഡിറ്റ്. റൂറൽ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗവൺമെൻറ്റിന് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഫെസിലിറ്റീസ് ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. റിസർച്ചിനും ട്രെയിനിങ്ങിനും വേണ്ടിയുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് EXIM ബാങ്ക്, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ. 1982
എക്സിം ബാങ്ക് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വർക്ക് ആസ് ദി അപ്പെക്സ് ബാങ്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ for assisting and supporting developmental activities of such financial institutions which are engaged in the field of foreign trade in India. ഇതൊരു അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൻ്റെ ഫീൽഡിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിനുള്ള സപ്പോർട്ടും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്ന അപ്പെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എക്സിം ബാങ്ക്. എക്സിം ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, it provides financial help for the export or import of goods and services. Goods and servicesൻ്റെ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ഹെൽപ്പ് ഫോർ ദി എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെൻറ്റ് ഓൺ ലീസ് ബേസിസ്. ലീസ് ബേസിസിൽ മെഷീനറിയുടെയും എക്യുപ്മെൻറ്റിൻ്റെയും എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും വേണ്ട ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഫിനാൻസിങ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇൻ ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിൻ്റെ ജോയിൻറ്റ് വെഞ്ചേഴ്സിൽ ഫിനാൻസിങ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പാർട്ടീസ് എൻഗേജ്ഡ് ഇൻ എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടേഴ്സ്. എക്സ്പോർട്ട് ഇമ്പോർട്ട് സെക്ടറിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള പാർട്ടീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസും ടെക്നിക്കൽ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക. ഇത്രയൊക്കെയാണ് എക്സിം ബാങ്കിൻ്റെ ഫങ്ഷൻസ്. അടുത്ത ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IRCI, ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ദി മെയിൻ പർപ്പസ് ഓഫ് IRCI വാസ് ടു പ്രിവെൻറ്റ് ആൻഡ് ക്യൂർ ദി പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ സിക്നസ്. ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന പ്രോബ്ലം ക്യൂർ ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയാണ് IRCI വന്നിട്ടുള്ളത്. ആക്ച്വലി ഇൻഡസ്ട്രീസിൻ്റെ സിക്നസിന് റിഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ദ ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ, IRBI. ഇറ്റ് ഈസ് എ പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസി ഫോർ ഇൻഡസ്ട്രിയൽ റിവൈവൽ. ഇൻഡസ്ട്രിയൽ റിവൈവലിന് വേണ്ടിയുള്ള ഒരു പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഏജൻസിയാണ് IRBI. ഇൻഡസ്ട്രിയൽ റിവൈവൽ എങ്ങനെയാണ് സാധ്യമാവുന്നത്? ഇൻഡസ്ട്രീസിൻ്റെ റിവൈവൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ പുനർജീവനം എങ്ങനെയാണ് ഇവിടെ സാധ്യമാവുന്നത്? മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ, റീഓർഗനൈസേഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, റേഷണലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അണ്ടർടേക്ക് ചെയ്തുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ റിവൈവൽ IRBI സാധ്യമാക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് IIBI, Industrial Investment Bank of India. IRBI was reconstituted as IIBI in 1997 March. The entire asset and liabilities of IRBI were transferred to IIBI. IRBI അതായത് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബാങ്ക് ഓഫ് ഇന്ത്യ നമ്മൾ മുന്നേ പഠിച്ചതാണ്. ആ ബാങ്കിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് IIBI വന്നിട്ടുള്ളത്. അതായത് IRBIനെ മാറ്റി IIBI ആക്കി. ഇപ്പോൾ IRBI ഇല്ല, IIBI ആണ് ഉള്ളത്. 1997 ഇങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ളത്. IRBIയുടെ മുഴുവൻ അസറ്റും ലാബിലിറ്റീസും IIBIയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് IIBIയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇറ്റ് ഗ്രാൻസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രീസിന് ലോൺസും അഡ്വാൻസസും ഗ്രാൻഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇറ്റ് അണ്ടർറൈറ്റ്സ് സ്റ്റോക്സ്, ഷെയർസ്, ബോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. സ്റ്റോക്കും ഷെയർസും ബോൺസും ഡിബഞ്ചേഴ്സും ഒക്കെ അണ്ടർറൈറ്റ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, RBI, സ്റ്റേറ്റ് ബാങ്ക് എക്സെട്ര. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും RBIയുടെയും സ്റ്റേറ്റ് ബാങ്കിൻ്റെയും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് ബാങ്ക്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ബാങ്ക്സിൻ്റെയൊക്കെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ്, ഇറ്റ് പ്രൊവൈഡ്സ് ആൻസിലറി സർവീസസ് സച്ച് ആസ് കൺസൾട്ടൻസി, മെർച്ചൻ്റ് ബാങ്കിങ് എക്സെട്ര. കൺസൾട്ടൻസി, മെർച്ചൻ്റ് ബാങ്കിങ് പോലെയുള്ള ആൻസിലറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇറ്റ് അഡോപ്റ്റ്സ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊവൈഡിങ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, റോ മെറ്റീരിയൽസ് എക്സെട്ര. റോ മെറ്റീരിയൽസും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതായത് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് IIBIയുടെ ഫങ്ഷൻസ്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് NHB, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. It was established under the National Housing Bank Act 1987 as per the recommendations made by the high-level group headed by Dr. Rengarajan. It is wholly owned by Reserve Bank of India. It is the apex institution in the matter of housing finance. NHB എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1987 നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആക്ടിലാണ്. ഡോക്ടർ രംഗരാജൻ ഹെഡ് ചെയ്തിട്ടുള്ള ഹൈ ലെവൽ ഗ്രൂപ്പിൻ്റെ റെക്കമെൻഡേഷനിലാണ് NHB എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. 1988 NHB ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. RBIയുടെ ഹോളി ഓൺഡ് ബാങ്കാണ് NHB. ഇത് ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഒരു അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് NHB. ഹൗസിംഗ് ഫിനാൻസിൻ്റെ ഫീൽഡിലാണ് NHB ഫങ്ഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്കാണ് SFCs, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈനിങ്, ഷിപ്പിംഗ് തുടങ്ങിയ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനീസിനും കോർപ്പറേറ്റീവ്സിനൊക്കെ. പക്ഷേ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒരിക്കലും സ്മോൾ ഇൻഡസ്ട്രീസിനോ മീഡിയം സൈസ് ഇൻഡസ്ട്രീസിനോ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായപ്പോൾ, അതായത് സ്മോൾ ഇൻഡസ്ട്രീസിനും മീഡിയം സൈസ് ഇൻഡസ്ട്രീസിനും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടായപ്പോഴാണ് SFC വന്നിട്ടുള്ളത്, അതായത് സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓൾ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്ഡ് SFC വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഹെൽപ്പിംഗ് സ്മോൾ, മീഡിയം ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രീസ്. സ്മോൾ ഇൻഡസ്ട്രീസിനെ, അതുപോലെ തന്നെ മീഡിയം ഇൻഡസ്ട്രീസിനെ, കോട്ടേജ് ഇൻഡസ്ട്രീസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ സ്റ്റേറ്റും SFC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ SFC 1953 പഞ്ചാബിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയിൽ 17 SFCs ഉണ്ട്. എന്തൊക്കെയാണ് SFCയുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദേ പ്രൊവൈഡ് ലോങ് ടേം ഫിനാൻസ് ടു സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. സ്മോൾ ആൻഡ് മീഡിയം സൈസ് ഇൻഡസ്ട്രീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോങ് ടേം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ദേ ഗ്രാൻഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ഇൻഡസ്ട്രിയൽ കൺസേൺസ് വിച്ച് ആർ റീപേയബിൾ വിത്തിൻ എ പീരീഡ് ഓഫ് 20 years. 20 വർഷത്തിനുള്ളിൽ റീപേ ചെയ്യാവുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഇൻഡസ്ട്രീസിന് ഗ്രാൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ദേ സബ്സ്ക്രൈബ് ടു ദ ഡിബെഞ്ചേഴ്സ് ഫ്ലോട്ടഡ് ബൈ ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഡിബെഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ദേ അണ്ടർറൈറ്റ് ദ ഇഷ്യൂ ഓഫ് സ്റ്റോക്സ്, ഷെയർസ്, ബോൺഡ്സ്, ഡിബെഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രീസിൻ്റെ സ്റ്റോക്സും ഷെയർസും ബോൺഡ്സും ഡിബെഞ്ചേഴ്സും ഒക്കെ അണ്ടർറൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, they guarantee the deferred payment for the purchase of plant, machinery, etc. within the country. രാജ്യത്തിനകത്ത് മെഷീനറിയും പ്ലാന്റും ഒക്കെ വാങ്ങുന്നതിന് വേണ്ടി ഡെഫേർഡ് പേയ്മെൻറ്റ് ഗ്രാൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ദേ പ്രൊവൈഡ് കൺസെഷണൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ്. ഇൻഡസ്ട്രീസിന് കൺസെഷണൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ദേ ആക്ട് ആസ് എൻ ഏജൻറ്റ് ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ഇടയ്ക്ക് ഒരു ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു. അടുത്ത ഒരു ഡെവലപ്മെൻറ്റ് ബാങ്കാണ് IDFC, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. പേര് പോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ്. 1997 ഇത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇൻഫ്രാസ്ട്രക്ചറാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോക്കസ് ചെയ്യുന്നത്. ഇതോടെ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഇൻ ഇന്ത്യ എന്ന ടോപ്പിക് കഴിഞ്ഞു. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ഡെവലപ്മെൻറ്റ് ബാങ്ക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്നത് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. എന്താണ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് എന്ന് നോക്കാം. ദി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദി ഓർഗനൈസേഷൻ ദാറ്റ് ഫെസിലിറ്റേറ്റ് ബാങ്ക് റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ് ബട്ട് ഡു നോട്ട് ഹാവ് ബാങ്കിങ് ലൈസൻസ്. എന്താണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്? നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ഓർഗനൈസേഷൻസ് ആണ്. ഇവ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് ബാങ്കിങ് ലൈസൻസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ബാങ്ക് ചെയ്യുന്ന പോലെയുള്ള സർവീസസ് ആണ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനേജ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും RBIയും ചേർന്നാണ്.